Hello friends, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അത് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് ഓക്കെ നമ്മൾ എണ്ണിക്കുന്നു അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ് ഈ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് കിടന്നുറങ്ങുന്നു. പക്ഷെ ഈ മാട്രസിൽ ഉണ്ടാകുന്ന ഓരോ അണുക്കൾ, അതായത് ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പം ശരിക്കും ഇതൊരു മാട്രസ് ക്ലീനിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഇപ്പം ക്ലീൻ ചെയ്യുന്ന ഫ്ലോറെല്ലാം ക്ലീനിങ് ചെയ്യും, പക്ഷെ മാട്രസ് നമ്മൾ അത്രയും ക്ലീൻ ചെയ്യാറില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ബെഡ്ഷീറ്റ് എല്ലാവരും വാഷ് ചെയ്ത് നമ്മൾ വെളിയിൽ ഉണക്കാനിട്ട് അത് വിരിച്ച് കിടക്കുന്നുറങ്ങുകയാണ് ചെയ്യാറുള്ളത് എല്ലാവരും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാട്രസിൻ്റെ അകത്ത് ഒത്തിരി ബാക്ടീരിയ ഉണ്ട്. നമുക്കതൊരിക്കലും കാണാനും പറ്റില്ല. അതിൻ്റെ അകത്ത് പൊടികൾ നമ്മൾ ചിലപ്പോൾ തട്ടിക്കളയും, പക്ഷെ അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ടീമിനെ വിളിച്ച് ഈ മാട്രസ് ക്ലീനിങ്ങിന് വേണ്ടി മാത്രമുള്ള ആൾക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. നമ്മൾ ഈ മാട്രസ് ക്ലീനിങ് 3 രീതികളിലായിട്ട്, അതായത് 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. ഫസ്റ്റിൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാട്രസ് മൊത്തം ഡീപ്പ് ക്ലീനിങ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് അവർ UV സാനിറ്റൈസേഷൻ ചെയ്യും. മൂന്നാമത് അവർ സ്റ്റീം സാനിറ്റൈസേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഡീപ്പ് വാക്വമിങ്. ഓക്കെ, അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഹൈ പ്രഷർ വാക്വമാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വാക്വം പമ്പിനെക്കാട്ടിലും 11 ടൈംസ് ഹയർ ആണ് ഇതിൻ്റെ വാക്വം പവർ. ഓക്കെ, ഇവരതെല്ലാം ക്ലീൻ ചെയ്യും. ബോട്ടവും അവർ വാക്വമിങ് ചെയ്യുന്നുണ്ട്. വാക്വമിങ് ചെയ്തിട്ട് അവർ എല്ലാ സൈഡും, അതായത് എല്ലാ ഏരിയ ആണ് അവർ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഈ ബെഡ് കൂടാതെ തന്നെ അവർ പില്ലോസ് എല്ലാം ക്ലീൻ ചെയ്യും. പില്ലോസൊക്കെ നമ്മൾ എത്രയും ക്ലീൻ ചെയ്യുന്ന അത്രയും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തല വെച്ച് കിടക്കുന്ന ഏരിയയാണ്, വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നല്ല ക്ലിയർ ആയിട്ടാണ് അവർ വാക്വമിങ് ചെയ്യുന്നത്. ഒരു മൈക്രോൺ പാർട്ടിക്കിൾസ് പോലും ഇല്ലാത്ത രീതിയാണ് ഈ ഹെപ്പ ഫിൽറ്ററിൽ കൂടെ ക്ലീനിങ് ചെയ്യുന്നത്. ഇതിപ്പം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന പോലെ ഇപ്പം അവരുടെ 80% ക്ലീനിങ് കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മളെ ഒന്ന് കാണിക്കുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അവരൊരു ഫിൽറ്റർ ചെയ്തിരുന്നു, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ അവർ ചെയ്യുന്ന ഫിനിഷ് ചെയ്തതിന് ശേഷം, അത് 80% കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നമ്മളെ ഫിൽട്രേഷൻ്റെ പവർ, അതായത് എത്രമാത്രം ഹെപ്പ ഫിൽറ്ററിൽ ഡസ്റ്റ് വരുന്നുണ്ടെന്നാണ് ഈ കാണിക്കുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അതാണ് ആദ്യമേ നമുക്ക് കിട്ടിയ ഡസ്റ്റ് പാർട്ടിക്കിൾ. ഓക്കെ, അതിനുശേഷം ഒരു മാട്രിക്സ് നമ്മൾ എടുത്തിട്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്, അതും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, ഇത് ഇനിഷ്യലി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഫസ്റ്റ് ടൈം നമ്മളൊന്ന് ജസ്റ്റ് അവരൊരു 4 to 10 ടൈംസേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് വേണം നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ, ഇതും ചെയ്യണോ വേണ്ടതെന്ന്. അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്തുനിന്ന് അവരിപ്പോൾ ഫിൽറ്റർ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത്രയാണ്, വെറും 10 ടൈംസ് ഒന്ന് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഡസ്റ്റാണ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നതാണ് UV ലൈറ്റ്. അതെന്ന് പറഞ്ഞാൽ GUV ലൈറ്റ് എന്ന് പറഞ്ഞാൽ ജെർമിസിഡൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ്. ഇത് മെയിൻലി മൈക്രോ ഓർഗാനിസംസ് ഉള്ളതിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുക, അതായത് അതിൻ്റെ DNA ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നശിക്കാൻ വേണ്ടിയാണ് ഇവർ ആ UV യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റീമിങ് ചെയ്യാണ്. അതായത് സ്റ്റീം സാനിറ്റൈസേഷൻ എന്ന് പറയും. ഇതിൻ്റെ അത് വാട്ടറാണ് മെയിൻലി, അറിയാമല്ലോ നിങ്ങൾക്ക്. സ്റ്റീമിൽ വാട്ടറാണ്, അതിൽ 180 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ഹീറ്റിംഗ്. അതുകൊണ്ടുള്ള മൈക്രോ പാർട്ടിക്കിൾസ് എല്ലാം അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അത്രയും സ്റ്റീം പവറിൽ വരുമല്ലേ, ഹീറ്റാണല്ലോ, അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ആ മാട്രസിൽ നിന്ന് കിട്ടിയ ഡസ്റ്റ്. ഇത്രമാത്രം പൊടി ഉണ്ടായിരുന്നു, അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇത്രയും പൊടിയുള്ള മാട്രസിലാണ് നമ്മൾ കിടന്നുറങ്ങിയെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഇതിനെപ്പറ്റി കരുതേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ 3 പ്രോസസ്സും കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മാട്രസസും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് ക്ലീൻ ചെയ്ത് വെക്കണം എപ്പോഴും. അതുകൊണ്ട് ഇപ്പോൾ അതായത് ഔട്ട്ഡോറിൽ ആക്സസ് കിട്ടുന്നവർ, അതായത് അപ്പാർട്ട്മെൻ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ ഈ മാട്രസ് ഈ സൺലൈറ്റ് വെക്കാനൊന്നും പറ്റണമെന്നില്ല. ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഈ മാട്രസ് വെളിയിൽ വെക്കുക. അതായത് ഒരു വർഷത്തിൽ 2 ടൈമിലെങ്കിലും നമ്മൾ ഈ ഫുൾ ടൈം മാക്സിമം ഒരു 6 to 7 hours, ഒരു 2 days എങ്കിലും ഈ മാട്രസ് നമ്മൾ വെളിയിൽ വെക്കുക, ഉണക്കുക. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഈ UV സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീനിങ് ഏജന്റുമാരെ വിളിച്ച് നമ്മളെ മാട്രസ് ക്ലീൻ ചെയ്യണം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.